കാന്തനെയും കൂട്ടിയിരുന്നു തുണയ്ക്ക്. കാര്യം പറക്കിടാത്ത. പുരളിമലയിലെ ഹരിചന്ദ്രക്കോട്ടയിൽ ആ താവളം ഭീരുവാന്നും പറഞ്ഞ് സഹ്യനെ ഇനി അങ്ങനെ തള്ളിക്കൂടാ. പുറംനാട്ടിന്ന് വലിയ യോദ്ധാക്കളെയാ വരുത്തിയിട്ടുള്ളത്. അഭ്യാസികളുടെ എണ്ണം ഇനിയും കൂട്ടണോ? വേണോ? മർമാണി ശിഷ്യന്മാരും കേമമാർ തന്നെയല്ലേ? എനിക്കാണെങ്കിൽ മന്ത്രവാദം അറിയില്ല, കളരി അറിയില്ല. സഹ്യന്റെ നീക്കങ്ങൾ അറിയാൻ കൂവനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശൂരത്വം കാട്ടിയത് ജ്യേഷ്ഠൻ, ഭവിഷ്യത്ത് അനുഭവിക്കേണ്ട വിധി എനിക്കും. ഇവിടത്തെ ഉപ്പ ഈ തടി. എന്തിനും ഏതിനും ഞാനും എന്റെ മകനും കൂടെ ഉണ്ടാവും. കാന്തന് ആദ്യത്തെ കടത്തിന് തന്നെ പോണമെന്ന്. കൊടകിലേക്ക് മടങ്ങാൻ തന്നെ ഉറപ്പിച്ചോ കാന്തൻ? ഇവിടുത്തെ പുടമുറിക്ക് കൂടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. നോക്കാൻ ആളില്ലെങ്കിൽ കൃഷിയൊക്കെ കാട്ടുപന്നികൾ നശിപ്പിക്കും. കൃഷി ഇറക്കാൻ പറമ്പ് ഞാൻ തരാലോ. അന്യദേശത്ത് കിടന്ന് കഷ്ടപ്പെടണ്ട അല്ലേ കിടാത്ത? ഇത്തവണവും പോയി വരട്ടെ. കിടാത്തിന് നിന്നോടുള്ള സ്നേഹവും വാത്സല്യം അറിയാലോ. കിടാത്തിനോട് നിനക്കുണ്ട് ഉത്തരവാദിത്തങ്ങള്. നിന്റെ ഉടപ്പിറന്നോളോടും. ഓ ഓ ഈ ചാത്തോത്ത് സ്വത്തും സമ്പത്തും കുന്നുകൂടി കിടക്കുക. എന്നിട്ടും ആർക്കു വേണ്ടിയാ? ചിരിക്കണ്ടോത്ത് സ്വത്തും സമ്പത്തും കൂടി കൈക്കലാക്കിയത്. സഹ്യൻ വലിയ ഗുരുക്കളെ കൊന്നത് മഹാപാപ ജ്യേഷ്ഠൻ ചെയ്തത്. രുദ്രന്റെ സമപ്രായല്ലേ സഹ്യനും? ആ ചെറുപ്പക്കാരന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയില്ലേ? മഞ്ഞത്തും മഴയത്തും കണക്കല്ലേ ആ ചെറുപ്പക്കാരൻ? രുദ്ര, ഈ കറുത്ത ഉടുപ്പ് മാറ്റൂ. വാ. ഞാൻ നിങ്ങളെ എന്താ വിളിക്കേണ്ടത്? അമ്മയെന്നോ ചെറിയമ്മയെന്നോ? സമാധിയായ നിന്റെ അച്ഛനെ ഓർത്തുള്ള ദുഃഖം സ്നേഹം കൊണ്ട് തന്നെ. പക്ഷേ ഒന്ന് നീ ഓർക്കണം, നിന്റെ അച്ഛന് അദ്ദേഹത്തിന്റെ അച്ഛനെയും ആ മുത്തച്ഛന് അദ്ദേഹത്തിന്റെ അച്ഛനെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ദുശാഠ്യം ദൈവനിഷേധ. ഞാൻ തുളുനാട്ടിലേക്ക് തിരിച്ചു പോവാ. ഇനി എന്ത് വിദ്യ ബാക്കിയുള്ളത് തുളുനാട്ടിൽ പഠിക്കാൻ? നീ ഇവിടെ കഴിഞ്ഞാ മതി. അച്ഛനുണ്ടായിരുന്നപ്പോ ചാത്തോത്ത് വേറിട്ട് നിന്നിനേനോ. ഇന്നിപ്പോ വൈകുന്നേരം ആകുമ്പോ പരിവാരങ്ങൾ ഓരോരുത്തർ വരുന്നു, സഭ കൂടുന്നു, കുടിച്ചു മതിക്കുന്നു. പരിഹാസ ഏകരാജ്യക്കാർക്കെന്ന് ചാത്തോത്തുകാരോട്. അച്ഛൻ ഇതാ ഈ കൊമയ്ക്കകത്തുണ്ട്. ഇതിനകത്തും കരഞ്ഞു ചുവന്ന നിങ്ങളുടെ കണ്ണുകൾ ഞാൻ കണ്ടതാ. കണ്ണിലെ ചുവപ്പ് മാറാൻ പോലും നിങ്ങൾ കാത്തു നിന്നില്ല മറ്റൊരാളുടെ ഭാര്യയാകാൻ. സാരാക്കണ്ട, നമ്മുടെ മോനല്ലേ. നീ ശ്രദ്ധിച്ചില്ലേ ആ രുദ്രനെ? കറുത്ത വസ്ത്രമായിട്ടും മുഖറും വീർപ്പിച്ച്. കള്ളത്തര. അവന് മാത്രമേ അച്ഛനുണ്ടായിട്ടുള്ളൂ. സഹതാപം പിടിച്ചു പറ്റാനുള്ള സൂത്ര. ആരുടെ? രുദ്രനും പ്രേമം. ഒരേ മഠത്തിൽ പെടുന്നവർ തമ്മിൽ പുടമുറി നടത്തില്ല നമ്മുടെ ഇടയിൽ. നീയും രുദ്രനും ഒരേ മഠത്തിന്റെ കീഴില. ആണും പെണ്ണും കെട്ടവൻ. നിന്നെ പ്രതി അച്ഛൻ ദുഃഖിക്കരുത്. അച്ഛൻ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുണ്ട്. മനസ്സിനാ ശുദ്ധി വേണ്ടത്. കുലസ്ത്രീകൾ പോലും അപവാദങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ട്. ഭയം നല്ലതാ, അതൊരു രക്ഷാകവച, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മിക്കണം. കൂടെ പുറന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ. ചാത്തോത്തുകാർക്ക് ഇനിയൊരു മേൽഗതിയില്ല. രുദ്രന്റെ പോക്കിമ്മട്ടി തന്നെയാണെങ്കിലേ മങ്കമ്മയും ഭൈരവനും തല്ലി പിരിയും.
മാടം തുണ്ടും തുന്നുമാവും. 3 മണിയിലൂടെ ഒക്കെയും വന്നു ചേരും എന്നുള്ള ചിന്തയൊക്കെ പോയി. വേറൊരു പടമുറി ആലോചിക്കണോ അവൾക്ക്? ഭൈരവൻ കുറുക്കന പരമാധികാരിയായല്ലോ. ആ ഭീരുവാ. തോന്നിയ പോലെ ജീവിച്ച ചരിത്രമല്ലേ അയാൾക്ക്. കുടകിലേക്കല്ല തുളുനാട്ടിലേക്കാ നിന്റെ പോക്കെന്ന് ആരാ എപ്പോഴാ അറിയാന്നുള്ള ഭയത്തിലാ ഞാൻ. രുദ്രൻ സകലതും വശപ്പെടുത്തിയിട്ടുണ്ടെന്നാ ശ്രുതി. എന്ത് എത്ര അഭ്യസിച്ചെന്താ? മനസ്ഥൈര്യം ഇല്ലല്ലോ. അവനൊരാണായിരുന്നെങ്കിൽ പുടമുറി ചെയ്യാനോ ആ ഭൈരവൻ മങ്കമ്മേനെ? എല്ലാ വിദ്യയും ക്ഷോഭം ഹനിച്ചുകളയും. അഭിപ്രായം ആരുടേതായാലും കേൾക്കണം. ഏത് വിമർശനവും പ്രതികരണം മനസ്സിൽ കരുതി വെക്കുക മാത്രം. നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്നെ പ്രതീക്ഷിച്ച് മാത്രമാ ഞാൻ. ഈ കറുത്ത വസ്ത്രം ഉപേക്ഷിക്കൂ. ഈ ഏകരാജ്യത്ത് ഞാൻ ഒറ്റയ്ക്കായ പോലെ.